ഓരോ സമുദായത്തിനും ആരാധനാമൂർത്തികളുണ്ട്. സ്വന്തം നമ്മൾ സാധാരണ അച്ഛനാന്ന് നമ്മളെ ഈ തലപ്പാളി വെച്ച് കൊടുക്കുക. വിഭജനം അന്നത്തെ കാലത്ത് നടന്നതാണ്. അത് ഏത് കാലത്താണ് ആരായി വിഭജിച്ചതെന്നൊന്നും യാതൊരു രേഖകളും ഇല്ല. ഗുളികന്റെ വെള്ളാട്ടം. ആ ക്ഷേത്രത്തില് വസൂരിമാലിയും ഗുളികനും മാത്രമേ ഉള്ളൂ. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് കണ്ണൂർ ജില്ലയിലെ പട്ടാനൂരിലെ അറിയപ്പെടുന്ന തീയങ്കലാരനായ ശ്രീ PC മനോഹരൻ പണിക്കർ അദ്ദേഹത്തെയാണ്. നമസ്കാരം മനോഹരൻ. നമസ്കാരം. നമസ്കാരം. അപ്പം ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഈ ചെറിയ വീഡിയോയിൽ അത് കൊള്ളുമെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളെ തെയ്യത്തിൻ്റെ അനുഭവങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നിങ്ങൾ ഏത് വയസ്സ് തൊട്ടാണ് നിങ്ങൾ ഈ തെയ്യത്തിലേക്ക് ഇറങ്ങിയത്? ഞാൻ ഒരു 12 വയസ്സിലാണ് സ്റ്റാർട്ടിങ്. 12 വയസ്സിന് മുമ്പിൽ നമുക്ക് വേറൊരു സംഭവമുണ്ട്. പണ്ട് കാലങ്ങളിൽ ഈ നാടുകളിൽ ഈ കർക്കിടക മാസം ഒരു വേടൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ആചാരമുണ്ട്. അത് വീടുകളിലെല്ലാം പോയിട്ട് ഇതിൻ്റെ ഈ അർജുനും ഈ ശിവനും തമ്മിലുള്ളൊരു ഇതാണ്. ഈ നമ്മളെ പാശുപതാസ്ത്രത്തിൻ്റെ ഒരു അതുമായിട്ട് വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്ര കഥയാണ്. ആടിവേടൻ എന്ന് പറയുന്നത് ആടി പാർവതി വേഷമാണ്. ആടി വേടൻ എന്ന് പറയാൻ പാടില്ലായിരിക്കും. വേടൻ എന്ന് പറഞ്ഞാൽ അത് ഈ 2 സമുദായങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. 2 സമുദായം. ഒന്ന് വെച്ചാൽ മലയൻ സമുദായം ആചരിക്കപ്പെടുന്നതാണ് ഈ വേടൻ. അതേസമയം ഈ പെരുവണ്ണാൻ സമുദായം കൊണ്ട് നടത്തുന്നതാണ് ഇത് ആടി. ഇത് രണ്ടും തന്നെയാണ്. നമ്മൾ ഇപ്പം ചില വീഡിയോസിൽ നമ്മൾ അല്ലെങ്കിൽ മറ്റേ മീഡിയകളിലെല്ലാം നമ്മളിപ്പം കാണുന്നുണ്ട്. മൊബൈലിൽ നമ്മൾ നോക്കുമ്പോൾ കാണുമ്പോൾ ആടി വേടൻ. അതെന്ന് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. അത് ശരിയല്ല. ശരിക്കും പറഞ്ഞാൽ ഈ 2 സമുദായ ആചാരങ്ങളാണ്. ഒരു മലയ സമുദായത്തിന് വേടൻ കിട്ടുന്ന പെരുവണ്ണാൻ സമുദായം ആടി വേടൻ. അപ്പോൾ അത് ഈ പെരുവണ്ണാൻ സമുദായം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പിലെ ഈ സംഗതി നിർത്തിക്കഴിഞ്ഞു. വേടൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ കേരളത്തിൽ ഇത് കണ്ണൂർ ജില്ലേൻ്റെ പല ഭാഗത്തും ഉണ്ട്, നിലവിലുണ്ട്. ബാക്കി എല്ലാം ഒഴിവായി പോയി. ശരി. അപ്പോൾ ഈ അത് വളരെ ചെറുപ്പത്തിലുള്ള വളരെ ചെറുപ്പത്തിൽ. പിന്നെ ഈ തെയ്യത്തിലേക്ക് വരുന്നത് ഞാൻ 12-13 വയസ്സിലാണ്. അതും നമ്മളെ നാട്ടിൽ നിന്നല്ല. ആദ്യമായി തെയ്യം കെട്ടുന്നത് പുറത്താണ്. സാധാരണ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ അന്ന് തെയ്യം കെട്ടിയിട്ട് തുടങ്ങുക. ഇത് നേരെ വിപരീതമായിട്ടാണ് എൻ്റെ അനുഭവം ഉണ്ടായത്. കാരണം വെച്ചാൽ ഇവിടെ നുച്ചാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, നുച്ചാട് മുണ്ടാന്നൂർ എന്ന് വെച്ചാൽ ഇരിട്ടീൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഒരു ഭാഗത്താണ്. അപ്പോൾ ആടെ യാദൃച്ഛികമായിട്ട് എത്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഒരു റിലേഷൻ്റെ ഇതാണ് ജന്മാരിത്വം വഹിക്കുന്ന ക്ഷേത്രം. അപ്പോൾ ആടെ എത്തിപ്പെട്ടു. ആടുന്നൊരു പ്രായമുള്ള ഒരാൾ, ഒരു വികലാംഗന, കാലിനൊരു അസുഖമുള്ള ഒരു വ്യക്തിയാണ്. അയാൾ എൻ്റെ അച്ഛനുമായിട്ട് ചെറുപ്പകാലങ്ങളിൽ അയാൾ കുട്ടാവെന്ന് പോയിട്ട് ഈ മുണ്ടാനൂർ പോയിട്ട് താമസിച്ചത്. അപ്പോൾ അയാൾ ഒരാഗ്രഹം പറഞ്ഞു, പണിക്കറ മോൻ്റെ ഒരു തെയ്യം കാണണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് നിങ്ങളെ നാട്ടിലൊന്നും വന്നിട്ട് കാണാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ബാക്കി കാര്യങ്ങൾ പണിക്കറ ഇഷ്ടം പോലെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ തെയ്യം പഠിച്ചു വരുന്നൊരു സമയമാണ്. എന്ന് വെച്ചാൽ പൂർണ്ണമായെന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ ഇതിൻ്റെ ചില വേണ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെറുപ്പം മുതലേ പഠിപ്പിച്ചത് എൻ്റെ ഗുരുനാഥൻ, എൻ്റെ അപ്പനാണ്. അപ്പോൾ ഓരോ ചെറുപ്പം മുതലേ എനിക്ക് ഓർമ്മ വെക്കാൻ തുടങ്ങിയ കാലം മുതലേ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സകല കാര്യങ്ങളും എന്നെ പറഞ്ഞു പഠിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ പൂർണ്ണമായിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് ഇവർക്കും ഒരു ധൈര്യമുണ്ട്, ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിലോ ചെയ്യട്ടെ എന്നുള്ളൊരു ധാരണ അച്ഛൻ്റെ മനസ്സിലുണ്ടാവുമല്ലോ. എന്നോട് ചോദിച്ചു, അച്ഛൻ എന്നോട് ചോദിച്ചു, മോനെ ഇന്ന പോലെ ഒരു അഭിപ്രായമുണ്ട്, എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ പറഞ്ഞു ചെയ്യാപ്പാന്ന് പറഞ്ഞു. ചെയ്യോ ചോദിച്ചു. ഓക്കെ. ഗുളികൻ്റെ വെള്ളാട്ടം. ആ ക്ഷേത്രത്തിലെ വസൂരിമാലിയും ഗുളികനും മാത്രമേ ഉള്ളൂ. ഗുളികൻ്റെ വെള്ളാട്ടം തെയ്യമില്ല, ഗുളികൻ്റെ തെയ്യമില്ല, വെള്ളാട്ടം മാത്രമേ ഉള്ളൂ. ഈ വെള്ളാട്ടാന്ന് എന്നെ കൊണ്ട് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹം പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. അങ്ങനെ നമ്മളെ ഒരു നല്ലൊരു പ്രായമുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അച്ഛൻ, നമ്മൾ സാധാരണ അച്ഛനാന്ന് നമ്മളെ ഈ തലപ്പാളി വെച്ച് കൊടുക്കുക. വെള്ളാട്ടവും ഗുളികൻ തെയ്യമായിട്ടുള്ള എന്താ എങ്ങനെ? അത് ഈ ഈ 2 ഘട്ടമാണ്. ആദ്യത്തേത് ഒരു ബാല്യകാലത്തിനെ സൂചിപ്പിക്കുന്നത്, മറ്റേത് മറ്റുള്ള പ്രായത്തിൽ എത്തുന്നതാണ് ഗുളികനും
വെള്ളാട്ടായിട്ട് വരുന്നതിൻ്റെ വ്യത്യാസം. ഈ ഗുളികൻ്റെ ഐതിഹ്യം ഏത് ദൈവത്തെയാണത്? ഗുളികൻ്റെ ഐതിഹ്യം ശിവൻ്റെ പുത്രനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ പിന്നിൽ ഒരുപാട് നമ്മൾ അത് പറയുമ്പോൾ ഒരുപാട് അങ്ങോട്ടേക്ക് പോകേണ്ടി വരും. അപ്പോൾ അത് അതിൻ്റെ സൂചന മാത്രം അന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ആദ്യത്തെ അനുഭവം അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ തെയ്യക്കാരനായിട്ട് അറിയപ്പെടാൻ തുടങ്ങിയത് പിന്നെ ഒരു 10-20 വയസ്സ് ആകുമ്പോൾ എന്നുവെച്ചാൽ ഒരു ഫീൽഡിലേക്ക് പൂർണ്ണമായിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് 20-21 വയസ്സുള്ള. അതുവരെ അപ്പൻ്റെ സഹായിയായിട്ടും അപ്പൻ്റെ കൂടെ പോയിട്ടും അപ്പൻ്റെ കൂടെ തെയ്യം കെട്ടിയിട്ടും എല്ലാം ശീലിച്ചു വന്നു. അപ്പോൾ ഈ അപ്പൻ എത്ര കാലം ഇത് തെയ്യം കെട്ടിയിട്ടുണ്ടോ? ഏത് വയസ്സ് മുതൽ അപ്പൻ്റെ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ അപ്പൻ ഒരു 69 വയസ്സ് 70 വയസ്സ് വരെ തെയ്യം കെട്ടിയിട്ടുണ്ട്. അപ്പൻ്റെ സ്ഥലം ഇവിടെ തന്നെയാണ് ജനിച്ച പാണലാടാം, പട്ടാനൂർ അംശം, പാണലാട് ദേശം. അപ്പൻ്റെ പാണലാട് ദേശമായി. പേര് രാമപണിക്കർ. അപ്പം അവർ എത്ര വയസ്സിലാണ് മരണപ്പെട്ടു എന്ന് പറഞ്ഞു? 1994. അപ്പോൾ അദ്ദേഹം അതുവരെ പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഇപ്പം എന്നെ അറിയപ്പെടുന്നത് പോലെ തന്നെ എന്നെക്കാട്ടിയും എത്രയോ പിന്നെ 10 മടങ്ങ് പിന്നെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. എന്നുവെച്ചാൽ രാമണിക്കറ മകനാണെന്നാണല്ലോ എൻ്റെ ലെവല് വരുന്നത്. പട്ടാനൂർ രാമണിക്കറെ മകനാന്ന് മനോഹർ മണിക്കർ എന്നുള്ള ആ ഒരു ലെവലിലാണ് ഞാൻ വളർന്നു വരുന്നത്. ഈ തെയ്യം പഠിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളത് സാധാരണ നാടകം മറ്റു കലകളെല്ലാം റിഹേഴ്സൽ ചെയ്യും. അതെ. അതുപോലെ തെയ്യത്തിന് നമ്മളങ്ങനെ എവിടെ കണ്ടിട്ടില്ല. നിങ്ങളെ വീടുകളിൽ വെച്ചിട്ട് റിഹേഴ്സലായിട്ട് പരിശീലിപ്പിക്കണം. അതിന് മെയ്വഴക്കം വേണം. അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ തെയ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ പിന്നെ ഇത് ആചാരം, അനുഷ്ഠാനവും കലയാന്ന്. ഇത് അനുഷ്ഠാന കലയാണ്. മറ്റുള്ള ഈ നാടകവും സിനിമയും പോലെ പിന്നെ മറ്റുള്ള ഇതുപോലെ അല്ല. ഇത് കലകൾ പോലെയല്ല, കഥകളി പോലെ ഒന്നുമല്ല. ഇത് അനുഷ്ഠാനം, കർമ്മവും അതിൻ്റെ ഒരുപാട് പന്ഥാവുകൾ അതിൻ്റെ പിന്നിൽ നിൽക്കുന്നു. കുറച്ച് രഹസ്യമുണ്ട്. പേരിലൊരു കലയുണ്ടെങ്കിലും ഇതൊരു വിശ്വാസം മാത്രമല്ല. ഇത് പിന്നെ മലയ സമുദായത്തിനെ പിന്നെ സംബന്ധിച്ചിട്ട് പറയാ വെച്ചാൽ ഇത് നമ്മൾ പിന്നെ മന്ത്രമൂർത്തികളാണ് അധികം. ഞങ്ങൾ കെട്ടിയാർന്ന തെയ്യങ്ങൾ മുഴുവൻ മന്ത്രമൂർത്തികളാണ്. എന്നുവെച്ചാൽ ഓരോ ദേവനും അതിൻ്റെതായിട്ടുള്ള പിന്നെ ഇതിൻ്റെ ഇത് ചുരുക്കി പറയാൻ വെച്ചാൽ ഇതിന് പിന്നെ മന്ത്രങ്ങളുണ്ട്, മൂലമന്ത്രങ്ങളുണ്ട്, ഉപാസന മന്ത്രങ്ങളുണ്ട്, ന്യാസങ്ങളുണ്ട്, ധ്യാനമുണ്ട്, ശ്ലോകമുണ്ട്, മനസ്സിലായില്ലേ, സ്തോത്രങ്ങളുണ്ട്. ഇതെല്ലാം ഒരു ഹൃദയസ്ഥാക്കിയിട്ടുള്ള ഒരാൾ മാത്രമേ ഒരു പൂർണ്ണ കലാകാരനായിട്ട് ശോഭിക്കാൻ കഴിയും. പിന്നെ നമ്മൾ ഇപ്പോൾ പണ്ടൊരു ഇത് പറയലുണ്ടല്ലോ, ഒന്ന് നമ്മളൊരു ഉപമ പറയലുണ്ടല്ലോ, ഇന്ന് ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതല്ല അവനെന്ന് തോന്നും. നമ്മളിപ്പം ഒരു ദേവന ഇത് പിന്നെ അതിൻ്റെ ചൈതന്യം നമ്മളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം നമ്മളെടുത്ത് എത്തിക്കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇതിന് എന്തൊക്കെ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ബോധ്യപ്പെടുന്നതാണെങ്കിൽ പഠിച്ചുറപ്പിക്കുന്നതാണെങ്കിൽ നമുക്കതിൻ്റെ ശക്തി അത് പിന്നെ അത് ബാഹ്യശക്തിയാണ്. അത് പുറത്തുനിന്ന് നമുക്ക് കിട്ടുന്നൊരു ശക്തിയാവും. അത് ശക്തി എന്നാണ് കിട്ടുന്നതെന്ന് നമുക്ക് പോലും പറയാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. പിന്നെ നമ്മൾ നടത്തം പോലെ ഇരിക്കും. നമ്മളിതിനെ കൊണ്ട് നടക്കുന്നത് പോലെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ട് നടന്നാൽ നല്ലതായിട്ട് വരും. ഇതിനെ ദുഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പിന്നെ വിപരീത വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് ദോഷമായിട്ട് വരും. ഇതൊന്നും ആരും ഇന്നത്തെ ലോകത്ത് ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിനെ പിന്നെ ഇത് ഈ ഒരു പ്രഹസനം പോലെ ഇങ്ങനെ ഇന്നത്തെ ഷോ ആയിട്ട് കാണിക്കാന്നല്ലാതെ ഉണ്ട് ഇതിൻ്റെ ആന്തരിക വശം പഠിക്കാനൊന്നും ആരും ഇത് തയ്യാറല്ല. ഈ തെയ്യത്തിൻ്റെ ഉത്ഭവം ഏത് കാലം തൊട്ടാണെന്നുള്ളത് ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം തെയ്യത്തിൻ്റെത് പിന്നെ നമ്മൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഇപ്പം വിശ്വസിച്ച് വരുന്നതാണ്. നമുക്ക് അതിനെപ്പറ്റി പിന്നെ സാമൂഹികമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നമ്മൾ ഹിസ്റ്ററി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ പരശുരാമൻ മഴു എറിഞ്ഞിട്ടാണ് കേരളം 160 കാലം ഉണ്ടായിരുന്നാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പോൾ അതിൽ തന്നെ അയാൾ പിന്നെ ഈ പരശുരാമൻ തന്നെ ഒരു കേരളോൽപ്പത്തി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥം ഉണ്ടാക്കിയിട്ടുണ്ട് അയാൾ. ആ കേരളോൽപ്പത്തിൻ്റെ അകത്ത് പറയുന്നത് വെച്ചാൽ കേരളം ഉത്ഭവിച്ചതിന് ശേഷം ഇങ്ങോട്ടുള്ള പ്രകൃതിൻ്റെ പൂർണ്ണ ചരിത്രങ്ങൾ അതിൽ കൊള്ളിച്ചിട്ടുണ്ട്. അതിൽ തെയ്യമുണ്ട്, മറ്റുള്ള കലകളുണ്ട്.
അതിൻ്റെ അകത്ത് പിന്നെ ഓരോ വിഭാഗത്തിന് പിന്നെ ഇത് പിന്നെ വിഭജിച്ചു കൊടുത്ത ഭാഗങ്ങളുണ്ട്. ഇതെല്ലാം ഈ കേരളോൽപ്പത്തിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഇന്ന് ചുരുക്കി പറഞ്ഞാൽ നമ്മളെ വീട്ടിൻ്റെ പറമ്പത്ത് ഒരു മരം, ഒരു വൃക്ഷം, നമ്മൾ ഒരു വൃക്ഷത്തെ നടുന്നുണ്ടെങ്കിൽ ആ വൃക്ഷത്തെ ഏത് ഭാഗത്തായിരിക്കണം? കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, ഈ 4 ഭാഗമാണ്. ഈ 4 ഭാഗത്തിൽ ഏത് ഭാഗത്ത് വൃക്ഷത്തിൻ്റെ തൈ നടണമെന്ന് പോലും ഇതിൻ്റെ അകത്ത് പ്രതിപാദിക്കും, ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ നമുക്ക് പരശുരാമൻ ഏത് കാലത്താണ് ജീവിച്ചിരുന്നിരുന്നോ, കേരളം എപ്പോൾ ഉണ്ടായിരുന്നോ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഉൽപ്പത്തി പരശുരാമൻ ചരിത്രമാണെന്ന് പറയുന്നുണ്ട്. അതായത് തെയ്യത്തിന്റെ അതിനുശേഷമാണ് ഈ രാജാക്കന്മാർ, ചേര, ചോള, പാണ്ഡ്യ എന്ന് പറഞ്ഞ രാജാക്കന്മാർ അവരെല്ലാം വരുന്നത് ഇയാളെ പിൻഗാമികളായിട്ടാണ്. അവിടെയാണ് രാജഭരണത്തിന്റെ പോക്ക്. ഈ രാജഭരണം വന്നതിന് ശേഷമാണ് ഈ പിന്നെ വേർതിരിവൊക്കെ ഉണ്ടായത്. രാജഭരണം വന്നു, രാജഭരണത്തിന് ശേഷം വേർതിരിവുണ്ടായി. എന്ന് വെച്ചാൽ ഓരോ വിഭാഗത്തിനും ഓരോ പിന്നെ അവരവർ ചെയ്യാനുള്ള കർമ്മങ്ങൾ വിഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ രാജാക്കന്മാർ വിഭജിച്ചു കൊടുത്തതാണ്. അതിൽ നമ്മൾ ഈ 30 തിരുകുലം എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. 30 തിരുകുലം ഉണ്ട്. പിന്നെ പലതരത്തിലുള്ള സമുദായങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം പട്ടികജാതി പട്ടികവർഗത്തിൽ തന്നെ 160-160ഓളം വിഭാഗങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വിഭജനം നടത്തിയിട്ടുണ്ട് ഒരുപാട്. അതുകൊണ്ടാണ് നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ നമ്മളെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളിപ്പം കാണുന്നില്ലേ, എല്ലാ പിന്നെ തീയ സമുദായമുണ്ട്, പിന്നെ വാണിയ സമുദായമുണ്ട്, വേട്ടുവ സമുദായമുണ്ട്, വേല സമുദായമുണ്ട്, പിന്നെ നായർ സമുദായമുണ്ട്, പിന്നെ ഈ കണിശ സമുദായമുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അല്ല അന്ന് രാജാക്കന്മാരുടെ കാലത്ത് അവർ വേർതിരിച്ചു കൊടുത്തതാണ്. അതുകൊണ്ടാണ് ഇന്നും ഈ ഓരോ വിഭാഗത്തിൽപ്പെട്ട ഓരോ ആൾക്കാർ അവരവരെ പിന്നെ കുലത്തൊഴിൽ, അതിന് കുലത്തൊഴിൽ എന്നാണ് പറയുക. കുലത്തൊഴിൽ ആയിട്ടാണ് ഇപ്പം പിന്നെ നീങ്ങി പോകുന്നത്. ഇപ്പം ഒരു ബാർബർ ഷോപ്പ് ഉണ്ടെങ്കിൽ അത് അവരെ കുലത്തൊഴിലാണ്. പക്ഷെ നേരെ മറിച്ച് ഒരു വിശ്വകർമാവ്, ഒറിജിനൽ ആശാരി, പിന്നെ ആശാരി, മൂശാരി, തട്ടാൻ, കൊല്ലൻ, ചെമ്പോട്ടി, അത് പിന്നെ 5 വർണ്ണങ്ങളാണ്. നാങ്കവർണ്ണം എന്നാണ് പറയുക, പക്ഷെ അവർ 5 വിഭാഗമുണ്ട്. അപ്പോൾ ഇങ്ങനെ അത് ഈ വിഭജനം അന്നത്തെ കാലത്ത് നടന്നതാണ്. അത് ഏത് കാലത്താണ് ആരായി വിഭജിച്ചതെന്നൊന്നും യാതൊരു രേഖകളും ഇല്ല. പക്ഷേ എങ്കിൽ രാജഭരണത്തിലാണ് ഇതൊക്കെ വിഭജനം ഉണ്ടായത്. അപ്പോൾ ഈ പഴയ കാലത്തായാലും ഈ തെയ്യം കഴിക്കുന്നത്, തെയ്യം നടത്തുന്നത് ഒരു രാജാവിൻ്റെയോ അല്ലെ ആ ഒരു നാട്ട് അധികാരികളെയോ നേതൃത്വത്തിലായിരിക്കുമല്ലോ, അവരായിരിക്കുമല്ലോ ഈ ചെലവും കാര്യങ്ങളൊക്കെ വഹിക്കുന്നത്. അപ്പം നിങ്ങൾ അതിന് ചുമതലപ്പെടുത്തില്ലേ ചെയ്യുക? അന്നത്തെ കാലം ഈ മന്ത്രശാലകളാണ്. കളരി, നമ്മൾ പിന്നെ പണ്ടത്തെ കാലത്ത് കളരി അഭ്യാസികൾ, ആ കളരികൾ, ഈ കളരിയിലാണ് ഈ ഭൈരവാദി പഞ്ചമൂർത്തികൾക്കെല്ലാം സ്ഥാനം. കളരി പരദേവതാക്കന്മാർ അവരെ ആരാധിച്ചു വന്നതും ഈ രാജഭരണത്തിന്റെ ഭാഗമായിട്ട് ഈ ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ട് അവിടെ ഈ പിന്നെ തെയ്യക്കോലങ്ങളെല്ലാം കെട്ടിയാടല് തുടങ്ങി. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളിപ്പം പൊതുവായിട്ട് കാണുന്നതെല്ലാം ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഉണ്ടാക്കിയ ക്ഷേത്രങ്ങളാണ്. അമ്പലം പോലെ തന്നെ, അമ്പലം എല്ലാം രാജാക്കന്മാരുടെ കാലത്ത് പിന്നെ പണ്ട് കാലങ്ങളിലുള്ള അതിനൊന്നും കാലം നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയത്ത് ഇങ്ങനെ ഈ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളെല്ലാം വന്നത് അവരവരെ വ്യക്തി താല്പര്യത്തിനനുസരിച്ചിട്ട് ഓരോ സമുദായത്തിൻ്റെ, ഇപ്പം വിശ്വകർമാവിൻ്റെ ഇത് പറയുമ്പോൾ പറഞ്ഞാൽ ബാലിയാണ് അവരെ കുലദേവത. മനസ്സിലായില്ലേ? ഈ വാണിയ സമുദായത്തിന് മുച്ചിലോട്ട് ഭഗവതി. അപ്പോൾ അങ്ങനെ ഓരോ പിന്നെ സമുദായത്തിനും പിന്നെ ആരാധനാമൂർത്തികളുണ്ട്, സ്വന്തം ആരാധനാമൂർത്തികൾ. അവർ വിശ്വസിക്കുന്നതും കൂടുതൽ പിന്നെ ആദരിക്കുന്നതും ഭജിക്കുന്നതും എല്ലാം ഈ അവരവരെ ആരാധനാമൂർത്തിനായിരിക്കും.